ഹായ് ബെസ്റ്റീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് വൈകണ്ട റിവ്യൂയിലേക്ക് കടക്കാം. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഷാൻസായി അങ്ങനെ ലണ്ടനിലേക്ക് ചെന്നേക്കുവാണ് സീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആണെങ്കിൽ ലീ കുറേ നേരമായി ഷാൻസാനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. എങ്ങനെ കിട്ടുക? ഷാൻസായുടെ പേഴ്സും പൈസയും ഒക്കെ ആരോ അടിച്ചുകൊണ്ട് പോയി. പക്ഷെ അവർ ഷാൻസായുടെ ഫ്രണ്ട്സാണ് ഇപ്പം. അപ്പോൾ ലീ ആണെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷാൻസാനെ കിട്ടുന്നില്ലല്ലോ. അന്നേരത്തേക്കിന് സീമനും മീസോയും പറയാണ് ഷാൻസായി സീനെ കണ്ടിട്ടുണ്ടാവും, അവർ രണ്ടിനും കൂടി ഇപ്പോൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും, അങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. ഓ സീ, ഞാൻ നിന്നെ കുറേ മിസ് ചെയ്തു, നിന്നെ കാണാൻ വേണ്ടി ഞാനിവിടെ വന്നേ. ഓ ഷാൻസായി, ഞാനും നിന്നെ മിസ് ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സീമനും മീസോയും ചുമ്മാ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സീക്ക് ഭയങ്കര ടെൻഷനാണ്. അവനാണെങ്കിൽ അപ്പം തന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവരുടെ ഹോട്ടലിലേക്ക് വിളിച്ചു ചോദിക്കുകയാണ്. ഡോങ് ഷാൻസായി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ചെക്ക് ഇൻ ചെയ്തോ വന്നോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഷാൻസായി അവിടെ ചെന്നിട്ടില്ല. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ട് ചെയ്താൽ ഷാൻസായും തോമസും കൂടി ഒരു വലിയ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുവാണ്. അപ്പോൾ ഷാൻസായി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറപ്പാണോ ഇതാണോ സിയുടെ വീടെന്ന്? ആ അറിയാം, ഞാൻ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ, അവൻ്റെ വീട് ഇത് തന്നെയാണ്. ഷാൻസായി, ഞാൻ നിൻ്റെ കൂടെ വരുന്നു, നീ തന്നെയാണ് പോണേന്ന് ചോദിക്കുകയാണ്. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം, ഞാൻ തന്നെ സംസാരിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഷാൻസായി അകത്തേക്ക് കയറി പോവാണ്. പോകുന്ന സമയം ഷാൻസായുടെ മനസ്സിലിങ്ങനെ കുറേ ചിന്ത ഇങ്ങനെ വരുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവൾക്ക് ഭയങ്കര നെർവസ് ആവേണ്ട സമയമാണ്. പക്ഷേ ഷാൻസായുടെ മൈൻഡ് ഭയങ്കര കൂളാണ്, അവൾ ഭയങ്കര സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴാണ് ഷാൻസായിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇത്രയും നാളും ലൈഫിൽ അവൾ ഒരിക്കലും തന്നെ ആയിരുന്നില്ല. കാരണം സി ഷാൻസായുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല അടുത്ത് തന്നെയാണ് സി അവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദൂരത്താണെന്ന പോലെ ഫീൽ ചെയ്യുകയെന്ന് പറയുവാണ്. അതുകൊണ്ട് ഷാൻസി അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് ആ സെക്യൂരിറ്റിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഡോർ ഓപ്പൺ ആവുകയാണ്. ആരാണ് അവിടെ കാണുന്നത്? നമ്മുടെ ഗ്രാൻഡ്മ. ഷാൻസി അവരെ കണ്ടിട്ട് ഓടി ചെന്നിട്ട് ഹഗ് ചെയ്തിട്ട് ഞാൻ കുറേ മിസ് ചെയ്തു ഗ്രാൻഡ്മയെന്ന് പറയുവാണ്. അപ്പോൾ അവർ ഷാൻസാനെ നോക്കുമ്പോഴത്തേക്കും ഷാൻസായി ഭയങ്കര ടയേർഡായിട്ട് ഡള്ളായിട്ടിരിക്കുകയാണ്. എന്ത് പറ്റി ഷാൻസായി, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ട്രിപ്പ് ഭയങ്കര ബാഡായിരുന്നോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഷാൻസായി ആണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറേ പ്രോബ്ലമൊക്കെ സംഭവിച്ചു, പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ് അങ്ങനെയൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് സി എവിടെയെന്ന് ചോദിക്കുകയാണ്. സി അകത്തുണ്ട്, എനിക്ക് സീനെ കാണണമെന്ന് പറയുവാണ്. അപ്പോൾ പോകുന്ന സമയം ഷാൻസായുടെ അടുത്ത് ഗ്രാൻഡ്മ പറയുവാണ്, ഷാൻസായി നീ എനിക്കൊരു പ്രോമിസ് ചെയ്യണം, എന്ത് സംഭവിച്ചാലും നീ അത് അക്സെപ്റ്റ് ചെയ്യണം, സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയുവാണ്. ഷാൻസായി ആണെങ്കിൽ കാരണം ഇതുവരെ അവൾ കുറേ അനുഭവിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുവാണ്. റൂമിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും സി അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഷാൻസായി സീനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവാണ്. എന്നിട്ട് സീയുടെ അടുത്തേക്ക് ചെല്ലുവാണ് സീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സി എഴുന്നേറ്റ് നിന്നിട്ട് ഷാൻസായുടെ ചോദിക്കുകയാണ്, ഷാൻസായി നീ എന്തിനാണ് ഇവിടെ വന്നത്? വീട്ടിലേക്ക് പൊക്കോന്ന് പറയുവാണ്. അപ്പോൾ ഷാൻസായി, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇത്ര ദൂരം വന്നത്. സി, നീ എന്താ അങ്ങനെ പറയാണ്ട് പോയെന്ന് ചോദിക്കുകയാണ്. അറിയില്ല ഷാൻസായി, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഷാൻസായി നീ പൊക്കോളാൻ പറയുവാണ്. ഇതെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ അടുത്ത് ഇവിടുന്ന് പോകാനൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഷാൻസായി, ഞാൻ നിന്നെ കാണാൻ പാടില്ലായിരുന്നു, നിൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ പാടില്ലായിരുന്നു, നിൻ്റെ അടുത്ത് വരാനേ പാടില്ലായിരുന്നു, എല്ലാം എൻ്റെ തെറ്റാ, സോറി അങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്ക് ഷാൻസായി പെട്ടെന്ന്, എന്താ നിൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? നീ അതോർത്ത് പേടിക്കേണ്ട, നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അത് സോൾവ് ചെയ്യാമെന്ന് പറയുകയാണ്. ഇവിടുന്ന് പൊക്കോ, ഇനി എന്നെ കാണാൻ വരരുതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഷാൻസായിക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സാഡാവുകയാണ്. ശരിക്കും അതൊരു ഇമോഷണൽ സീനാണ്. കാരണം ഷാൻസായുടെ അടുത്ത് സി അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുമല്ലേ. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഷാൻസായി പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിലിങ്ങനെ ആലോചിക്കുകയാണ്, ദൈവം ഇതൊന്നും സത്യമാവരുതേന്ന്. പക്ഷേ ഷാൻസായിക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവൾ സിയുടെ അടുത്ത് പറയുകയാണ്, സി നീ എൻ്റെ കണ്ണിൽ നോക്കി പറ എൻ്റെ അടുത്ത് ഇവിടുന്ന് പോവാമെന്ന്. പക്ഷേ സിക്ക് അത് പറ്റുന്നില്ല. സി നേരെ തിരിഞ്ഞ് നിൽക്കുവാണ്. നിന്ന് കഴിഞ്ഞിട്ട് അവളുടെ അടുത്ത് പറയുകയാണ്, ഷാൻസായി എൻ്റെ ഫാമിലിയിൽ കുറേ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ എനിക്ക് സെൽഫിഷായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, എനിക്കിപ്പോൾ ഫാമിലീനെ ഹെൽപ്പ് ചെയ്തേ മതിയാവുള്ളൂ, എനിക്ക് എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇല്ലാണ്ടാവും. ഷാൻസായി നീ ഇവിടുന്ന് പൊക്കോ, എനിക്കിങ്ങനെ ഒന്നും ലവ് ഒന്നും ചെയ്ത് ടൈം കളയാൻ സമയമില്ല അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഷാൻസായി പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് നമുക്കറിയില്ല. പക്ഷേ സി പിന്നെയും അവളുടെ അടുത്ത് പറയുന്നു, ഇവിടുന്ന് പൊക്കോ, എന്നെ ഇനി കാണാൻ വരരുതെന്ന് പറയുവാണ്. അതും കൂടി കേട്ടപ്പോഴത്തേക്കും ഷാൻസായിക്ക് ഭയങ്കര സങ്കടമായി. അവളാണെങ്കിൽ സോറി, നിനക്ക് ട്രബിളൊക്കെ ഉണ്ടാക്കിയതിന്, ഞാനിനി ഇവിടുന്ന് പോവാണ്, കാണാൻ വരില്ല അങ്ങനെ പറഞ്ഞിട്ട് ഷാൻസായി അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്താ അല്ലേ ഷാൻസയുടെ അടുത്ത് സി അങ്ങനെ പറഞ്ഞല്ലോ, അതെൻ്റെ ഷാൻസായി ഇങ്ങനെ ആലോചിച്ച് പോവാണ്. ഈ സമയം സി ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ലേ, സാറ്റിസ്ഫൈ ആയില്ലേ, ഹാപ്പി ആയെന്ന് ചോദിക്കുകയാണ് സിയുടെ അമ്മ പറഞ്ഞിട്ടാണ് സി ഇത് മുഴുവൻ ചെയ്തത്. ഷാൻസായുടെ അടുത്ത് ഇത്രയും കാര്യം പറഞ്ഞതും ഷാൻസാനെ ഹേർട്ട് ചെയ്തതും. സിക്ക് ദേഷ്യം വന്ന് സി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയം നമ്മുടെ ഷാൻസായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണല്ലോ. ആ സമയം അവൾ മനസ്സിൽ കുറേ ആലോചിക്കുകയാണ്. ഞാൻ ഇത്രയും ദൂരം സീനെ കാണാൻ വേണ്ടി വന്നത്, എന്നിട്ട് അവൻ ശരിക്കും എന്നെ നോക്കുക പോലും ചെയ്തില്ല, എൻ്റെ അടുത്ത് ഇവിടുന്ന് അവനെ കാണാണ്ട് പോവാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്.
ഇനിയിപ്പോൾ ശരിക്കും സീനെ ഇനി ഒരിക്കലും ഞാൻ കാണില്ലേ, സീനെ ഞാനിനി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാൻസ ഇങ്ങനെ ബാൽക്കണിയിലേക്ക് നോക്കുകയാണ്. പക്ഷെ അവിടെ ആരുമില്ല. അപ്പോഴത്തേക്ക് ഷാൻസയ്ക്ക് ഫീലായിട്ട് അവളിങ്ങനെ സങ്കടമായിട്ട് നടന്ന് നടന്ന് പോവുകയാണ്. അപ്പോൾ ഈ സമയം സി ആണെങ്കിൽ ബാൽക്കണിയിലേക്ക് വന്നിട്ട് ഷാൻസാനെ നോക്കുകയാണ്. അപ്പോൾ സി കരയുവാണ്. കാരണം ഷാൻസാനെ അങ്ങനെ പറഞ്ഞു ഹേർട്ടായി. ഷാൻസാനോട് പറഞ്ഞപ്പം അവനാണ് ശരിക്കും ഹേർട്ടായത്. അത് കഴിഞ്ഞിട്ട് ഷാൻസായ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഷാൻസായി നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും തോമസ് അവിടെ നിൽക്കുവാണ്. അപ്പോൾ തോമസ് കണ്ടപ്പോഴത്തേക്കും ഷാൻസായി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്ത് പറ്റി ഷാൻസായി, സീനെ കണ്ടില്ലേ, അവരകത്തേക്ക് കയറ്റി വിട്ടില്ല, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ആ ഞാൻ സീനെ കണ്ടു. സീനെ കണ്ടിട്ട് പിന്നെ എന്താ പറ്റിയത്, നീ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. സീനെ കണ്ടു, ഇനി ഒരിക്കലും സീനെ കാണാൻ വരരുതെന്ന് പറഞ്ഞു, അവൻ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് തോമസിന് ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഷാൻസ ഇത്ര ദൂരം വന്ന് സാക്രിഫൈസ് ചെയ്തത് അവന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴത്തേക്ക് സാറില്ല, ഷാൻസെ പോട്ടെ, സി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേറൊരു നല്ല ബെറ്റർ ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് നിനക്ക് കിട്ടും, അങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് ഷാൻസാനെ കൊണ്ട് അവനോട് നിന്ന് പോവുകയാണ്. അപ്പോൾ ഷാൻസായുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷാൻസായ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഷാൻസായ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അവരാണെങ്കിൽ ഷാൻസായനെ ഹാപ്പി ആക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാൻസായി ഹാപ്പി ആകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സീനിൽ ഷാൻസായി തോമസും കൂടി ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഈ സമയം ഷാൻസായുടെ അടുത്ത് ഷാൻസായി നീ കുറച്ച് നാൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അത് നാളെ തന്നെ പോകണമെന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നേരെ തിരിയുമ്പോഴത്തേക്കും അവിടെ ഒരാൾ വന്ന് നിൽക്കുകയാണ്. ആരാണ്? ലീ. ലീ എന്ന് പറഞ്ഞിട്ട് ഷാൻസ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും തോമസ് ഭയങ്കര തിരക്കാണ് അന്നത്തെ ദിവസം. അപ്പോൾ തോമസ് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ ഷാൻസായി ഓടിച്ചെന്ന് ലീയുടെ അടുത്തേക്ക് നിൽക്കുകയാണ്. ലീ നീ എന്താ ഇവിടെയും ചോദിക്കുകയാണ്. ഷാൻസായി നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജിനൊന്നും റിപ്ലൈ തരുന്നില്ല, നീ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തില്ല, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് ഭയങ്കര വറിയായിപ്പോയി, അതുകൊണ്ട് വന്നാന്ന് പറയുകയാണ്. എന്തു പറ്റി, നീ സീനെ കണ്ടില്ലേ, അങ്ങനെ ചോദിക്കുകയാണ്. ആ ഞാൻ സീനെ കണ്ടു, പക്ഷേ സീ എൻ്റെ അടുത്ത് പറഞ്ഞു അവനെ കാണാൻ ഇനി വരരുത്, എൻ്റെ അടുത്ത് അവൻ പൊക്കോളാൻ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് അവന് ഷോക്കായിപ്പോയി. കാരണം സി അങ്ങനെ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഓർത്ത്. നെക്സ്റ്റ് സീനിൽ സിയുടെ അമ്മ ആരോ വീഡിയോ കോൺഫറൻസ് ചെയ്യുകയാണ്. ശരിക്കും അത് നമ്മുടെ സിയാസിയുടെ അച്ഛനാണ്. ഓർമ്മയില്ലേ, നമ്മുടെ എക്സ് ഫിയാൻസി സിയുടെ അവരുടെ അച്ഛനാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ബിസിനസ്സിൽ കുറേ ട്രബിളൊക്കെ ഉണ്ട്. സി പറഞ്ഞാൽ ശരിയാണ്, അവൻ്റെ ഫാമിലിയിൽ കുറേ പ്രോബ്ലമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരിക്കും അവർ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ അവരുടെ ഫാമിലി ബിസിനസ് മുഴുവനും പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയം സി ആണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ കണ്ണടയ്ക്കുകയാണ്. കണ്ണടയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുകയാണ്. സി ലണ്ടനിലേക്ക് വന്നില്ലേ, ആ സമയത്ത് ഓടിച്ചെന്നിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. എന്തിനാ ഇപ്പം എന്നെ ലണ്ടനിലേക്ക് കൊണ്ടുവന്നത്, എന്തിനാ എൻ്റെ അടുത്ത് ഷാൻസായുടെ അടുത്ത് വരാൻ പറഞ്ഞത്, അങ്ങനെ ചോദിക്കുകയാണ്. നമുക്ക് പോയിട്ട് സമയമില്ല സി, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറയുകയാണ്. സമയമില്ലേ, ആരാ മരിക്കാൻ പോകുന്നത്, ഞാനാണോ അതോ നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. അവൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് സീൻ ഒറ്റ അടി അടിക്കുകയാണ്. നമുക്ക് രണ്ടുപേർക്കുമല്ല, ഡൊമിൻ ഗ്രൂപ്പിനായിട്ട് ഒട്ടും സമയമില്ലാത്ത എല്ലാവരും നമ്മുടെ കമ്പനിയുടെ പുറകെ, നമ്മൾ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ നമ്മുടെ കമ്പനി ബിസിനസ് മുഴുവനും പൊളിയും, നിൻ്റെ അച്ഛൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവൻ നമുക്കിപ്പോൾ തന്നെ എല്ലാം അവസാനിപ്പിക്കേണ്ടി വരും, അങ്ങനെ പറയുകയാണ്. എൻ്റെയും ഷാൻസായുടെയും ലൈഫ് സാക്രിഫൈസ് ചെയ്യണമെന്നാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. നിൻ്റെയും ഷാൻസായുടെ ലൈഫ് എനിക്കിനകത്ത് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ, കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് എംപ്ലോയീസിൻ്റെ കാര്യം ഞാൻ മറന്നു പോകണമെന്നാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സി അതൊക്കെ ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ്. ഒരു മെമ്മറി സീൻ പോലെ ലീ പിയാനോ വായിക്കുകയാണ്. അതിനകത്ത് ഷാൻസായി ഉറങ്ങുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. സി അവളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, സ്റ്റുപ്പിഡ് ഗേൾ, ഞാൻ നിന്നെ സീനെ ഹഗ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ഷാൻസായി കണ്ണുറക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഫുൾ ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര സാഡായി. കാരണം അത് ഡ്രീമാണല്ലോ, അത് ശരിക്കും സംഭവിക്കുമായിരുന്നെങ്കിലോ എന്ന് ഓർത്ത് ഷാൻസായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഷാൻസായി ഉറക്കം എഴുന്നേറ്റ് ചെല്ലുമ്പം ലീ അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഷാൻസായുടെ അടുത്ത്, ഷാൻസായി വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, ഉണ്ടാക്കിയതാണ്, നിൻ്റെ ഫേവറേറ്റ് നൂഡിൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, കഴിക്കാൻ പറയുവാണ്. അപ്പോൾ ഷാൻസായി ചെന്നവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ആലോചിക്കുകയാണ്. ഷാൻസായി ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. അന്നേരം ലീ ആണെങ്കിൽ ഒരു ഫോൺ എടുത്ത് ഷാൻസായിക്ക് കൊടുക്കുകയാണ്. അന്നേരം ഷാൻസായി ഇത് എനിക്കാണോ എന്ന് ചോദിക്കും. ആ നിനക്കാണ്, ഇനി നിന്നെ ഇവിടുന്ന് കാണാണ്ടായാലോ, അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഷാൻസായിക്ക് ഫോൺ കൊടുക്കുകയാണ്. ഷാൻസായി നീ അവനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്, കാരണം ശരിയാണ് അവൻ പറഞ്ഞത്, അവൻ്റെ ഫാമിലിയിൽ കുറേ പ്രോബ്ലം ഉണ്ട്, ഞാൻ കേട്ടു, അവരുടെ ബിസിനസ്സിന് ഇപ്പോൾ ശരിക്കും ഒരു ഹാർഡ് ടൈമാണ്, അവനവൻ്റേതായിട്ടുള്ള റീസണുണ്ട്, അങ്ങനെ പറയുകയാണ്. ആ ശരിയാണ്, അവൻ്റേതായിട്ടുള്ള റീസണുണ്ട്, ഞങ്ങൾ എന്തായാലും ഒരിക്കലും നോർമൽ കപ്പിൾസ് ആവാതെ, കാരണം ഒരെണ്ണം കഴിയുമ്പോഴത്തേക്കും അടുത്തടുത്ത് അപ്പം തന്നെ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ലൈഫിൽ ഒരു നോർമൽ കപ്പിൾസായിട്ട് ഇതുവരെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ പറയുവാണ്. അപ്പോൾ ഷാൻസായിക്ക് വിഷമം വന്നിട്ട് നേരെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ സമയം ലീയും പുറകെ ചെല്ലുവാണ്. അന്നേരം അവൾ ലീയുടെ അടുത്ത് പറയുകയാണ്, സോറി ലീ, കാരണം ഞാൻ എൻ്റെ വിഷമമൊക്കെ നിൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്,
താങ്ക് യു ലീ, കാരണം നീയാണ് എൻ്റെ എല്ലാ സിറ്റുവേഷനിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നീ ഇത് കുറേ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഷാൻസായി, എന്നാൽ ഞാൻ നീ ഹെൽപ്പ് ചെയ്തതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറയുകയാണ്. അതെന്താ ഷാൻസായി, നീ ഡയലോഗ് മാറ്റി പറഞ്ഞാണ് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഷാൻസായി ഒന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ടോപ്പിക്ക് മാറ്റുകയാണ്. ഷാൻസായി, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം അങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, കാരണം ലീ എത്ര നല്ല ഫ്രണ്ടാണ്, എപ്പോഴും അവളുടെ കൂടെ ഉണ്ടല്ലോ. ഷാൻസായി, എല്ലാവരും നിന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ട്, സീമനും മീസോയും എല്ലാവരും. പക്ഷേ എനിക്ക് നിന്നെ വിളിച്ചിട്ടോടും കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പറയുന്നത് നീ ഓക്കെ ആണ്, പക്ഷേ എനിക്ക് തോന്നിയില്ല നീ ഓക്കെ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ പറയുവാണ്. നെക്സ്റ്റ് സീനിൽ സി കട്ടിലേ തന്നെ കിടക്കുകയാണ്. അന്നേരത്തേക്കിനും ഗ്രാൻഡ്മ വരുവാണ്. ഗ്രാൻഡ്മ വന്നിട്ട് സീയുടെ അടുത്ത് പറയുകയാണ്, സി നിനക്ക് എന്താ പറ്റിയത്, നീ ഫുഡ് കഴിക്കുന്നില്ല, ആരുടെ അടുത്ത് സംസാരിക്കുന്നില്ല. സി നീ എന്താ ഇങ്ങനെ, നീ ഡൊമിങ് സി ആണ്, നീയാണ് ഇനി ബിസിനസ്സൊക്കെ നോക്കി നടത്തേണ്ടത്, നിനക്ക് അത്രയും മെച്യൂരിറ്റിയുടെ സമയമായി. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കാൻ പാടില്ല, നിൻ്റെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും നീ അതിനൊക്കെ ഓവർകം ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ശരിയാ, ഡൊമിങ് സി ആണ് ഞാൻ, ആ ഒരൊറ്റ പേര് കാരണമാണ് ഇന്ന് എനിക്ക് എൻ്റെ ലൈഫ് പോലും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെപ്പോലും എനിക്ക് നഷ്ടപ്പെടുന്നത് ആ ഒരു പേര് കാരണമാണ്. ഞാൻ ശരിക്കും ഡൊമിങ് സി അല്ലായിരുന്നെങ്കിൽ ശരിക്കും എൻ്റെ ലൈഫും എൻ്റെ കരിയറൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയേനെ, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരുന്നു എന്ന് പറയുകയാണ്. ഷാൻസ ഇത്രയും ദൂരം എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നത്, എന്നിട്ട് എനിക്ക് അവളെ ശരിക്കും ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അപ്പം തന്നെ ഞാൻ അവളുടെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് അവളെ ഹേർട്ട് ചെയ്താണ് വിട്ടതെന്ന് പറയുകയാണ്. പക്ഷേ ഷാൻസ എങ്ങനെയായിരിക്കും എന്ന് പോലും എനിക്ക് അറിയില്ലെന്ന് പറയുകയാണ്. നീ പേടിക്കേണ്ട, ഷാൻസായി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗേളാണ്, അവൾക്ക് മനസ്സിലാവും നിൻ്റെ അവസ്ഥ, അവളിപ്പോൾ ഫൈൻ ആയിരിക്കും എന്ന് പറയുകയാണ്. നീ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഷാൻസായി നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, നീ അവളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുതെന്ന് പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ മീസോയും സീമനും ഷെന്നും ലീസനും ഒക്കെ ഇരിക്കുകയാണ്. ഷെന്നിനും ലീസനും ഷാൻസാനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല, കാരണം ഇവരുടെ അടുത്ത് ആരുടെ അടുത്തും പറയാണ്ട് പെട്ടെന്ന് കോളേജിൽ നിന്ന് ഒരു ദിവസം പോവുമല്ലായിരുന്നോ. അപ്പോൾ എന്താണ് ഷാൻസായ്ക്ക് പറ്റിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അന്നേരം സീമൻ പറയുകയാണ്, സി പെട്ടെന്ന് ലണ്ടനിലേക്ക് പോയി, അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഷാൻസ ലണ്ടനിലേക്ക് പോയിക്കോന്ന് പറയുകയാണ്. അവനെ കാണാൻ വേണ്ടി എന്തിനാണ് ഷാൻസ ലണ്ടനിലേക്ക് പോയിക്കുന്നത്, ബിക്കോസ് ഓഫ് ലവ് കാരണമാണ് അവർ പോയത് അങ്ങനെ പറയുകയാണ്. ലവ് കാരണം അങ്ങനെയൊക്കെ പോകുമെന്ന് ചോദിക്കുകയാണ്. നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് പറയുകയാണ്. അന്നേരത്തേക്കിനും അപ്പോൾ ഷാൻസി അവിടെ ഒറ്റയ്ക്കാണോ പോയിക്കുന്നത്, അപ്പോൾ അവൾ അവിടെ ആരും നോക്കുന്നത്, എന്തെങ്കിലും ഹെൽപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക അങ്ങനെ പറയുകയാണ്. വിഷമിക്കേണ്ട, ഷാൻസാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീ പോയിട്ടുണ്ടെന്ന് പറയുകയാണ്. ലീയോ, അതെന്താ അങ്ങനെ, അറിയില്ല, ഷാൻസാനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അപ്പോൾ അവൻ ഷാൻസാനെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടുന്ന് പോയിന്ന് പറയുകയാണ്. അതെന്താ അങ്ങനെ, സീനെ കാണാൻ വേണ്ടി ഷാൻസായി പോയി, ഷാൻസാനെ നോക്കാൻ വേണ്ടി ലീ പോയിന്ന് പറയുകയാണ്. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ലെന്ന് പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ ഷാൻസായിക്ക് ഷൻ മെസ്സേജ് അയക്കുകയാണ്. ഷാൻസായി, നീ ഓക്കെ അല്ലേ, നിനക്ക് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാം അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇല്ല, ഞാൻ ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല, എന്നോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീ ഉണ്ട്, അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ സിയാവു സീമനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നിട്ട് രണ്ടുപേരും എപ്പോഴത്തെ പോലെ തന്നെ ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം സിയാവുവിനാണെങ്കിൽ ഷാൻസാനെക്കുറിച്ച് ഓർത്ത് ഭയങ്കര ടെൻഷനാണ്. അവൾ എങ്ങനെയാണ്, ഓക്കെ ആണോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അന്നേരത്തേക്കിനും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, അടുത്ത ദിവസം തന്നെ രണ്ടുപേരും തിരിച്ചു വരും, ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാവുന്നതേ ഉള്ളൂ, അവളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുകയാണ്. അന്നേരമാണ് അവൻ നോക്കുന്നത്, നീ ഓരോ ദിവസം ഓരോ സ്റ്റൈലിലാണല്ലോ, ഓരോ ദിവസം ഓരോ പേഴ്സണായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുക, എന്താ പെട്ടെന്ന് ഹെയർ കട്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അറിയില്ല, എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തത് അങ്ങനെ പറയുകയാണ്. കൊള്ളാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവനാണെങ്കിൽ സൂപ്പറായിട്ടുണ്ട്, ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. നീ അത് എന്തുദ്ദേശിച്ച് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനത് നിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുമെന്ന് പറയുകയാണ്. ഞാൻ നിന്നത് കോംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെയാണ്, നിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടമായെന്ന് പറയുകയാണ്. എന്നിട്ട് സീമൻ അവൾക്ക് വേണ്ടി താങ്ക് യു പറയാണ്, കാരണം നീ എത്ര ബിൽഡിങ്ങിൽ കയറി നോക്കി സിയാവും ചോദിക്കുകയാണ്. അറിയില്ല, നീ വിചാരിക്കില്ല, അതിനേക്കാളും കൂടുതൽ ഞാൻ ഈ ബിൽഡിംഗ് വരെ കണ്ടുപിടിച്ച് എന്നെ കാണിച്ചു, യു ആർ റിയലി ഗ്രേറ്റ് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സിയാവൻ അതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുകയാണ്. നെക്സ്റ്റ് സീനിൽ ഷാൻസായി ലീയും ഇങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ ഈ സമയം പെട്ടെന്ന് ഐസ്ക്രീമിൻ്റെ ഇത് കാണുകയാണ്. അപ്പോൾ ഷാൻസായി ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലീ ചോദിക്കും, ഷാൻസായി ഐസ്ക്രീം വേണമെന്ന്. എനിക്ക് വേണമെന്ന് പറയുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ഐസ്ക്രീം കഴിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയം ഷാൻസായി പറയും, എനിക്ക് നമ്മൾ തിരിച്ചു പോകുന്നതിന് മുന്നേ തോമസിൻ്റെ കാണണം, അവൻ്റെ അടുത്ത് താങ്ക് യു പറയണം അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഞാനും നിൻ്റെ കൂടെ വരാൻ ഷാൻസായി എന്ന് പറയുകയാണ്. അതെന്തിനാന്ന് ചോദിക്കുകയാണ്. നിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, ഞാനാണെങ്കിൽ നിന്നെക്കുറിച്ച് അത് ഭയങ്കര ടെൻഷൻ അടിച്ചു, നീ ശരിക്കും ഇവിടെ
എന്താണ് ആരുമില്ലാണ്ട് കഷ്ടപ്പെട്ടേനെ. അപ്പോൾ നിന്നെ ഹെൽപ്പ് ചെയ്തതിന് അവൻ്റെ അടുത്ത് എനിക്കും താങ്ക് യു പറയുന്നത് പറയുവാണ്. എന്നിട്ട് 2 പേരും കൂടി അവന് ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തോമസും തോമസിൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ ഇത്രമാത്രം റിച്ച് ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന ഫസ്റ്റ് ടൈമാണ്. പക്ഷേ അവർ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട്. ഷാൻസായ്ക്ക് ചെറിയൊരു ടെൻഷൻ. ലീയുടെ അടുത്ത് പൈസ ഉണ്ടോ എന്ന് നൈസായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ലീ നിൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? എൻ്റെ അടുത്ത് ഇത്രയും പൈസ ഒന്നുമില്ലെന്ന് പറയുകയാണ്. ഷാൻസായ് നീ പേടിക്കേണ്ട, എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് പറയുവാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇന്ന് ജോളിയായിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം തോമസ് ചോദിക്കുകയാണ്, അല്ല നീ ഷാൻസായിനെ കാണാൻ വേണ്ടിയിട്ട് അവളെക്കുറിച്ച് അത് ടെൻഷൻ അടിച്ചിട്ടാണോ ലീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ്. ആ അതെ, അതെന്താ നിനക്ക് ഷാൻസായിനെ ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഷാൻസായി ഇങ്ങനെ നോക്കുകയാണ് ഇവരെന്തേ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ലീ ആണെങ്കിൽ ആ അതേന്ന് പറയുകയാണ്. അപ്പോൾ തോമസ് പറയുകയാണ് എനിക്കും ഷാൻസായിനെ ഇഷ്ടമാണ്. അന്നേരത്തേക്കിനും പറയുവാണ് നിനക്ക് ഓർമ്മയുണ്ടോ ഷാൻസായി ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടപ്പോഴത്തേക്ക് നീ എൻ്റെ അടുത്ത് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് ഷാൻസായി പറയുന്നു അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്, ഞാൻ നിന്നെ അത് വേറൊരാളാണെന്ന് വിചാരിച്ചാൽ നീ പിയാനോ വായിക്കുമ്പോൾ എനിക്ക് വേറെ ആരെയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൾ ഓർത്തത്, കാരണം എല്ലാവർക്കും അറിയാണ് ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് ബില്ലൊക്കെ കൊണ്ടുവരാൻ പറയുന്ന സമയത്താണ് ലീ പേഴ്സ് നോക്കുന്നത്. പേഴ്സ് കാണാനില്ല. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീ ആണെങ്കിൽ ഐസ്ക്രീം വാങ്ങിയല്ലോ 2 എണ്ണം. ഈ വാങ്ങുന്ന സമയത്ത് ലീയുടെ പേഴ്സ് പൈസ കൊടുത്തിട്ട് ലീ ആ കടയിൽ വെച്ചിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഷാൻസായിൻ്റെ പേഴ്സ് കാണാനെന്ന് പറയുകയാണ്. ഷാൻസായി പെട്ടെന്ന് ഇവരാണ് എടുത്തത്, നിങ്ങളാണ് എടുത്തതെന്ന് ചോദിക്കുകയാണ്. ഇല്ല ഷാൻസായി ഞങ്ങളല്ല എടുത്തത്, ഞങ്ങൾ നീ പറഞ്ഞുകൊണ്ട് അതൊക്കെ നിർത്തിയെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ സംഭവിക്കുക, നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്താണെങ്കിൽ ചെറിയ ചെറിയ നോട്ടും കോയിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് എല്ലാവരും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ അത് കാണുന്നത് ബാക്കിൽ പിയാനോ ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പെട്ടെന്ന് ചെന്നിട്ട് അതൊക്കെ വായിച്ച് എല്ലാവരും ഹാപ്പി ആവണം. അപ്പോൾ ഷാൻസായുടെ മൂഡൊക്കെ ആ സമയം മാറുവാണ്. അവളിങ്ങനെ ഭയങ്കര സാഡിലായിരുന്നു. പെട്ടെന്ന് അവളിങ്ങനെ ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അതുവരെയാണ് നമ്മുടെ ഈ എപ്പിസോഡ്. നമുക്കിനി ഷാൻസായുടെ അടുത്തേക്ക് തിരിച്ച് വരുമോ, ഇനി എന്താ സംഭവിക്കാമെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.